ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു ഈദിൻ്റെ വ്ളോഗാണ് കേട്ടോ. പെരുന്നാളൊക്കെ ആയിട്ട് കസിൻസ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഷയാനാണെങ്കിൽ വന്ന ടൈം തൊട്ട് പിയാനോയിൽ ഒരേ കളി. അങ്ങനെ നമ്മളെല്ലാവരും കൂടി മാളിൽ പോയിട്ടുണ്ടായിരുന്നു ഈവനിങ് ഒക്കെ ആയപ്പോൾ. ഹലോ ഗായ്സ്, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ ട്രാവൻകൂർ മാളിൽ വന്നിരിക്കുന്നത് പെരുന്നാളായിട്ട്. നമ്മളെല്ലാവരും കൂടി വരാൻ വേണ്ടി ഇരുന്നതിന് പക്ഷേ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളാണല്ല. എൻ്റെ 2 കസിൻസ് പെട്ടെന്ന് അർജൻറ്റായിട്ട് അവർക്കൊരു സ്ഥലത്ത് പോകണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ ഗൈസ്. അപ്പം ഇനി നമുക്ക് അതിനകത്ത് കയറിയിട്ട് കാണാം. ഒരാളിരുന്ന് ഷൂ ഇടയാണ് ഗൈസ്. ഷയാനെ എന്തെങ്കിലുമൊക്കെ പറ ജാസിലെ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻട്രോവേർട്ടാണ് ഗൈസ്. അവൾ അതിൽ മുമ്പ് കിടന്നിങ്ങനെ വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. എല്ലാം പറയും ജാസിലെ സംസാരിക്ക്. ക്യാമറയ്ക്കുള്ള ഫേസ് കൊടുക്കാനുള്ള ഗൈസ്. ഷയാനെ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഷയാൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഉമ്മീന്റെ കയ്യിലാവും അങ്ങനെ അങ്ങ് സുഖിച്ചിരിക്കുകയാണ്. കേറണില്ലേ? ഫിഷ് പാ ചെയ്യാൻ ഭയങ്കര പേടി ഗൈസ്. നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് ഇവിടെ പറയുന്നത് അവൾക്ക് കയറാൻ പറ്റൂല. ഗായ്സ്, ഇവിടെ ഒരാൾ വലിയ കാര്യത്തിൽ ടിക്കറ്റൊക്കെ എടുത്ത് ഫിഷ് പാ ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷെ ഭയങ്കര പേടിയായിരുന്നു ഗൈസ്. അതുകൊണ്ട് അവൾ ഫിഷ് പാ ചെയ്തില്ല. കുഴപ്പമില്ല ഗായ്സ്, ഓൾ അങ്ങനെ കയറിയില്ല. ലാസ്റ്റ് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തോണ്ട് തന്നെ ഞാനാണ് ഫിഷ് പാ ചെയ്യാൻ വേണ്ടി കയറിയത്. ഗൈസ്, അങ്ങനെ നമ്മൾ ഫിഷ് പാക്ക് ചെയ്തിട്ട് കയറിയപ്പോഴത്തേക്കും ബിഗ് ബോസിലെ സിബിൻ നിൽക്കുന്നുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ അവിടെ എന്തോ ഒരു ഫംഗ്ഷൻ പ്രോഗ്രാം പോലെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ പോയി അത് കാണാൻ. ഗൈസ്, നമ്മളങ്ങനെ അവിടുത്തെ പ്രോഗ്രാം എല്ലാം കണ്ടിറങ്ങി. ഇനി മാൾ ഓഫ് ട്രാവൻകൂറിൽ വന്ന ഞങ്ങളൊരു ചടങ്ങാണ്. വെറുതെ എങ്കിലും സ്റ്റുഡിയോയിലൊന്ന് കയറാമെന്ന് പറയണത്. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ കയറാൻ വേണ്ടി പോവാണ്. അവിടെ പോയിട്ട് നമ്മളൊന്നും എടുക്കുന്നില്ല ഗൈസ്. പക്ഷെ കുറേയൊക്കെ ട്രയൽ ചെയ്ത് നോക്കും. ചുമ്മാ കയറണതാണ്. അതാണ് നമ്മളെ മെയിൻ എൻ്റർടൈൻമെൻ്റ് ആണ് നമുക്ക് സ്റ്റുഡിയോയിൽ കയറാമെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സ്റ്റുഡിയോയിൽ കയറാൻ വേണ്ടി ഇവിടെ വന്നത് ജാസിലാരെ എൻ്റെ കണ്ണൊക്കെ അറിയാണ്ട് അങ്ങോട്ടൊക്കെ പോകുന്നില്ലേ ജാസില. പാൻറ്റിൻ്റെ സെക്ഷൻ കൂടുതൽ ഈ ബാഗിൽ ക്രോപ്പ് ടോപ്പാണ് നമ്മളെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഗൈസ്, എപ്പോൾ വന്നാലും നമുക്ക് കിട്ടണ ഒരേ ഒരു ഇതാണ്, നമ്മൾ നോക്കി വരണ ടൈം. അതായത് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നോക്കി വരണ ടൈം നമുക്കിതൊന്നും കിട്ടൂല. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ കയ്യിൽ ഇതിന് വേണ്ടിയിട്ട് ക്യാഷൊന്നും എടുക്കാതെ വരുമ്പം ഈ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അന്വേഷിച്ച് നടന്നത് അതുപോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന വല്ലാത്തൊരു ഭാഗ്യമാണ് ഗൈസ്. എപ്പോഴും ഇങ്ങനെയാണ്. ആ ടൈമിൽ എടുത്തു തരാൻ പറഞ്ഞാൽ ഉമ്മ എടുത്തു തരത്തുമില്ല. ഇവിടെ വന്നപ്പോൾ തൊട്ട് ഒരാൾ എല്ലാം ഇങ്ങനെ മിഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഞാനും ജാസ്ലിയെന്ന് പറയുമ്പോൾ ഡ്രസ്സ് കണ്ടാൽ നമ്മളപ്പം പോകും. പക്ഷേ ജാസ്ലിയാൻ അത്രയുള്ള ഡ്രസ്സിൻ്റെ ആ ഒരു ക്രൈസൊന്നും എനിക്കില്ല കേട്ടോ. അവൾക്ക് എന്നെക്കാളും ശകലം എത്തി ക്രൈസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ രണ്ടുപേരും ഒരേപോലത്തെ ചെരുപ്പാണ് ഗൈസ് ഇട്ടിട്ട് വന്നേക്കണം. ഞാൻ ജാസ്ലിയ എപ്പോഴും അല്ലെങ്കിലും മാച്ചാണ്. പിന്നെ ഒരു കണ്ണാടി കണ്ടാൽ ഞാൻ വിടൂല ഗൈസ്. എനിക്ക് അവിടെ കയറി അപ്പം കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തില്ലെങ്കിൽ ഒരു സമാധാനവും കാണൂല. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ നടക്കുന്ന എല്ലാവരും അങ്ങനെയാണ്. പിന്നെ എനിക്ക് എത്ര ഉണ്ടെങ്കിലും വീണ്ടും ഈ ബ്രേസ്ലെറ്റും നല്ല ക്യൂട്ട് എസ്തെറ്റിക് ആയിട്ടുള്ള ചെയിനും കമ്മലൊക്കെ കാണാൻ ഞാൻ വീണ്ടും അവിടെ പോയി ഇങ്ങനെ നോക്കും. നമ്മൾ ഷയാനെ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. ഇവിടെ ഷയാനോടെ കണ്ണാടി അവന് വന്ന് അവൻ്റെ ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഷയാനെ എടുത്തു തരട്ടോ. ഷയാനെ അങ്ങനെ സ്റ്റുഡിയോയിലെ പർച്ചേസ് ഒന്നും ചെയ്തില്ല. അടുത്ത് നമ്മൾ രാമചന്ദ്രനിലോട്ട് കയറാൻ വേണ്ടി പോവാണ് ഗൈസ്. എവിടെ പോയാലും ഡ്രസ്സ് എടുക്കുന്നത് ജാസിലാക്ക് ഒരു ഹരമാണ് ഗൈസ്. എവിടെ പോയാലും അവൾ ഓരോ ടോപ്പും തൂക്കി പിടിച്ചോണ്ട് നിൽക്കും ഗൈസ്. ഉമ്മ അവൾക്ക് മാച്ചിന് എടുത്തു കൊടുക്കുന്നതാണ്. ഉമ്മ എടുത്തു കൊടുക്കുന്ന ഉമ്മയുടെ ഫാഷൻ സെൻസ് ഗൈസ് അടിപൊളിയാണ് കേട്ടോ. അടുത്ത് ജാസിയത് ഫ്ലൂറസെന്റ് പച്ച വിട്ടാലും ഉമ്മ വിടാൻ തയ്യാറല്ല ഗൈസ്. ജാസിലായ എടുത്ത് ഓരോ ഉമ്മ ഇതൊക്കെ സ്വന്തം മകൾക്ക് എടുത്തു തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ജാസിലാക്ക് എടുത്തു കൊടുക്കാനാണ് ഉമ്മക്ക് കൂടുതൽ താല്പര്യം. കാരണം ജാസിലാക്ക് എടുക്കുമ്പോൾ വല്യമ്മ പൈസ കൊടുക്കും. അതുകൊണ്ടാണ് ജാസിലെ കൊണ്ട് ഉമ്മ എടുപ്പിക്കുന്നത്. കൊണ്ടുവയ്ക്കാൻ പറഞ്ഞ ശരി 200
ഇവിടെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് നമ്മളെ കൊച്ചാണ്. ഷയാന് ഷയാന്റെ കുരുത്തക്കേട് കാരണം സാറ് ഇങ്ങനെയാണ് ഇപ്പൊ ഷയാൻ എടുത്തോണ്ട് നടക്കുന്നത്. പിന്നെ ഷയാൻ ഇതിൻ്റെ അകത്ത് പിടിച്ചിട്ട് കുട്ടക്കകത്തിരുത്തി. ഇല്ല ഇനി അവന് എങ്ങനെയെങ്കിലും ഇപ്പൊ ഇതിൻ്റെ അകത്ത് അവൻ ഇറങ്ങി ഒന്ന് ഓടിയാൽ മതി. അവൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയാൽ മതി. തവണ എന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാത്തിനും എന്നെ വിളിച്ചിട്ട് വന്നിട്ട് ജസ്റ്റ് വഴക്ക് കേൾക്കണം മൊത്തം തന്നെ. യെസ് പറയും. ഇതാണ് അവൾ കോളേജിൽ കൊണ്ടുപോണ ബാഗ് എന്നാണ് ഇപ്പോൾ അവൾ പറഞ്ഞത്. എടുക്കൂല എന്ന് അറിഞ്ഞിട്ടും ഇതൊക്കെ നോക്കാനുള്ള നിന്റെ ഒരു കോൺഫിഡൻറ്റ് എൻ്റെ ജാസില ഞാൻ സമ്മതിച്ച് തന്നിട്ട് കേട്ടാ. നിങ്ങളൊരു കാര്യം കാണിക്കട്ടെ. എൻ്റെ മോതിരം എങ്ങനെ ഉണ്ട്? കൊള്ളാമല്ലോ, ഭയങ്കര എസ്തെറ്റിക് ആയിട്ടില്ലേ? ഈ കയ്യിലൊന്നും പിന്നെ ഈ കയ്യിൽ ഇനി ഉണ്ടായിരുന്നേ. ഞാൻ എനിക്കാണ് വാങ്ങിയത്. എൻ്റെ അനിയത്തി അടിച്ചു മാറ്റി. കാണിച്ചോട് പാപ്പത്തിൻ്റെ കയ്യിലെ മോതിരം കൊള്ളാമല്ലേ? നല്ല ഭംഗിയിലൊക്കെ നല്ല അഫോർഡബിൾ പ്രൈസിനാണ് കേട്ടോ ഇതെല്ലാം കൂടി ഒരു സെറ്റായിട്ട് കിട്ടിയത്. ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. നമ്മളുണ്ടല്ലോ ലുലു മാളിൽ പോയപ്പോൾ ഒരുപാട് തപ്പി നടന്നൊരു കൊറിയൻ അത് തന്നെയായിരുന്നു കേസ് ഇത്. പക്ഷേ ലുലു മാളിൽ നമ്മൾ തപ്പി നടന്നാൽ നമുക്ക് കിട്ടിയില്ല. പക്ഷെ ഇപ്പോൾ വാങ്ങി തരാത്തൊരു സിറ്റുവേഷനിൽ കറക്റ്റ് നമ്മളെ കണ്ണിൻ്റെ മുമ്പിൽ വന്ന് പെട്ട്. എൻ്റെ കൊച്ചിന് വിശക്കണ് കൈസ്. അങ്ങനെ നമ്മളവന് ഒരു ലൈസ് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി വരികയാണ് കൈസ്. മഞ്ഞ കഴിക്കുമല്ലോ അവൻ. ചെറുത് പോലെയടി. അതോ 10 വാങ്ങട്ടോ. ത്തിൻ്റെ ഒരു ലൈസ് വാങ്ങാൻ വേണ്ടി നമ്മളതാണ്ട് ഇവിടെ ക്യൂവിൽ നിൽക്കും. നമ്മളിനി എത്ര ക്യൂവിൽ നിന്നിട്ട് നമുക്കിത് ബില്ലടിച്ച് കിട്ടുമോ? പണ്ടാരടങ്ങിയെന്ന് ഇപ്പോഴാണ് എൻ്റെ കൊച്ചിന് ഫുഡ് കിട്ടണം. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് കുറച്ച് സാധനങ്ങളെ വാങ്ങിയുള്ളൂ കേട്ടോ. അതെല്ലാം വാങ്ങി നമ്മളവിടെ നേരെ ബില്ലടിക്കാൻ വേണ്ടി പോയി. അങ്ങനെ അവിടെ നിന്ന് ബില്ലും അടിച്ച് നമ്മൾ നേരെ തിരിച്ചിറങ്ങി. നമ്മളങ്ങനെ അവിടെ നിന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിറങ്ങി. ചെറുതായിട്ട് നമ്മൾ ഷോപ്പ് ചെയ്തോളൂ, അങ്ങനെ വലുതായിട്ടൊന്നും നമ്മൾ എടുത്തില്ല. എൻ്റെ മോയിരം കളഞ്ഞു പോയി ഗൈസ്. ഇവിടെ നിന്ന് ഇറങ്ങി പോയി എസ്കലേറ്ററിൽ കയറിയപ്പോഴത്തേക്കും പോയി ഗൈസ്. നല്ല ഭംഗിയുള്ള മോതിരമായിരുന്നു കേട്ടോ. അത് പോയി സ്റ്റുഡിയോയിൽ കയറിയിട്ട് തീരാത്താണ് നമ്മൾ മാക്സിൽ വന്ന് ഗൈസ്. കളക്ഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഡ്രസ്സൊക്കെ അവിടെ അടുത്ത് വന്നു. ജാസിനെ കാണാൻ പോലും ജാസിനൊക്കെ ഡ്രസ്സ് പ്രാന്തെന്നാണ് ഇപ്പൊ വല്യമ്മ ജാസ്തി ചോദിക്കുന്നത്. ഒരു ഡ്രസ്സ് കണ്ട അവൾ അപ്പ പോവും. അടുത്തത് എടുത്തിട്ട് വന്ന് ഗായ്സ് അവൾക്ക് ഡ്രസ്സിന്റെ ബാധ കയറി കേട്ടാ. വന്ന ടൈം തൊട്ട് ഓൾ ഇത് തന്നെ. അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. വേദനയോടെ ഞാൻ മനസ്സിലാക്കി, ജാസില മതിയുടെ മതി, വാ വാ പൂവാടി. ഇവളിത് എന്തരുത് ഡേയ്, എന്തോ ഈ കട മൊത്തം നീ വാങ്ങോ? വന്നാണ് വാ പോവാ. ഉമ്മ ജാസിലെ ചുമ്മ ഇരിക്കുന്ന അവളെ ഇളക്കി വിടണത് ഈ ഉമ്മയാണ് കേട്ടാ. ഈ ഉമ്മയാണ് തോട്ടെ അവൾക്ക് ഓരോന്ന് വിളിച്ചാണ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നത്. എന്റെ കൊച്ചി ഇവിടെ കിടന്ന് ഫുട്ബോൾ കളിക്കുന്നത് ആരെങ്കിലും കാണുന്നുണ്ടോ? നമുക്ക് പറ്റ അവിടെ നമ്മൾ അന്ന് അക്കന്മാരൊക്കെ കൂടെ പോയപ്പോ കഴിച്ചു. നമുക്ക് അവിടെ ഇതൊക്കെ പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ട്. പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3
ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് നമ്മൾ അന്ന് അവിടെ പോയത് കഴിക്കാം. ഗായ്സ്, അങ്ങനെ ഒരുവിധം നമ്മൾ ഫുഡൊക്കെ വാങ്ങി കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഫുഡ് കഴിക്കാൻ നമ്മളിങ്ങനെ അവിടെ തപ്പി നടക്കുകയായിരുന്നു. അങ്ങനെ നമുക്ക് കിട്ടി. ഫുഡ് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചില്ലി ചിക്കനൊക്കെ അടിപൊളിയായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. നമ്മൾ നേരെ വീട്ടിൽ പോകാൻ പോവാണ്. നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് ഓട്ടോ പിടിക്കണം ഗൈസ്. ഇവിടെ നിന്ന് ഓട്ടോ പിടിച്ച് വീട്ടിൽ പോകും ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സീ യു.